السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. الحمد لله الذي أنعم علينا بالإيمان وهدانا للإسلام وجعلنا من أمة سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുത്താലിമീങ്ങളെ, പണ്ടൊക്കെ അവസാനം വരെ എഴുതി കൊടുക്കാൻ ഞാൻ ഇപ്പോൾ അങ്ങനെ ഇരിക്കാൻ കഴിയൂല. ഇത് നമ്മളെ സ്ഥാപനമായതുകൊണ്ട് വരാതിരിക്കുന്നത് ശരിയല്ല എന്ന് കരുതി ഞാൻ വന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ തന്നെ സുഖം കുറവാണ്. മുത്താലിമീങ്ങളും അല്ലാത്തവരുമെല്ലാം ദുആ ചെയ്യണം. തൂലുൽ ഹയാത്ത് മാ സലാമത്തുൽ ഈമാൻ, ഈമാൻ സലാമത്തായി നീണ്ടകാലം ജീവിക്കാനും ഈമാൻ സലാമത്തായി മരിക്കാനും നമ്മളെല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ഇൽമിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരാത്തതാണെങ്കിലും വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി, ഒക്കെ അറിയുന്നതാണ്. തൗഹീദുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ മനിദ്ദഅ ഫഅലൈഹിൽ ബയാൻ, ഒരു നിയമമാണ്. ഒരു വാദം ഒരാൾ ഉന്നയിച്ചാൽ അത് തെളിവ് കൊടുക്കൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഏത് ജാതിയിൽപ്പെട്ടവരായാലും കോടതിയിൽ പോയി ഒരു വാദം വാദിച്ചാൽ ആ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ സാക്ഷി വേണം. ഒന്നേകാൽ ലക്ഷത്തിൽ പരം വരുന്ന അംബിയ മുർസലുകൾ ഇവിടെ തൗഹീദുമായി വന്നു. ഖാത്തിമുൽ അംബിയാ, അവസാനത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനുശേഷം ഒരു നബി വരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചാൽ പോലും ഇസ്ലാം എന്ന് പുറത്തായി പോകും. റസൂലുള്ളാഹിൻ്റെ ശേഷം ഒരു നബി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വരികയുമില്ല, വരാൻ സാധ്യതയുമില്ല. ആ നിലക്ക് അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് 40 വയസ്സിന് മുമ്പ് തന്നെ നബി എന്ന സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ട്.
കുന്തു നബിയൻ വ ആദമു മുൻജദിലും ഫീ തീനതിഹി. വേറെ റിവായത്തിൽ ആദമു ബൈനൽ മായി വത്തീൻ എന്നും ഉണ്ട്. 40 വയസ്സായപ്പോഴാണ് റിസാലത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ പദവി കൊടുത്തത്. ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കണം എന്ന ഉത്തരവാദിത്തോടു കൂടി അയക്കുന്നത്. അതുകൊണ്ടാണ് യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അവർ വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയു എന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ നബിയാണ്. ആ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന വരുന്നത് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ്. ഇതിനാണ് റിസാലത്ത് എന്ന് പറയുക. ഞാൻ പറഞ്ഞു വന്നത്, ഈ റിസാലത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാദിക്കുന്നു. വാദിക്കുമ്പോൾ സ്വാഭാവികമായും തെളിവ് കൊടുക്കണം. ഒരു വാദം ഉന്നയിച്ചാൽ അതിന് തെളിവ് കൊടുക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുൻകഴിഞ്ഞ അമ്പിയാക്കളുമൊക്കെ പറഞ്ഞത് തന്നെ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു ചോദ്യം വരും. നിങ്ങൾ പറയുന്ന ഈ വാദത്തിൻ്റെ വല്ല സാക്ഷികളും ഉണ്ടോ? അള്ളാഹു പറയുന്നു, ഷഹീദ് അള്ളാഹു സാക്ഷിയാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. വൽ മലായിക്കത്തു, അള്ളാഹുവിൻ്റെ കോടിക്കണക്കായ മലക്കുകളും സാക്ഷിയാണ്. ഇവിടെ അള്ളാഹു സാക്ഷിയാണെന്ന് പറയുന്നത് കുഫാറുകളോടാണ്. യഥാർത്ഥത്തിൽ അവർ അന്ന് അള്ളാഹുവിനെ സംവദിക്കാത്തവരാണ്. അള്ളാഹു തആലയിൽ അവർക്ക് ശരിയായ വിശ്വാസം ഇല്ലാത്തവരാണ്. രണ്ടാമത് മലക്കുകൾ, അവരെ കാണാനും കഴിയില്ല. മലക്ക് അഥവാ മനുഷ്യൻ്റെ കുലത്തിൽ വന്നാൽ ഇത് മനുഷ്യനാണോ അല്ലേ മലക്കാണോ അല്ലേ എന്ന് വ്യക്തമാവുകയുമില്ല. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് സ്വീകാര്യയോഗ്യമായ ഒരു സാക്ഷി വേണം. ആ സാക്ഷിയാണ് അള്ളാഹു പറയുന്നത്. ഇൽമുള്ളവർ സാക്ഷിയാണ്, ആലിമീങ്ങൾ സാക്ഷിയാണ്. അപ്പോൾ തൗഹീദ് ഉറപ്പിക്കാൻ അള്ളാഹു തആല സാക്ഷിയായി കൊടുത്തത് ആലിമീങ്ങളെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ആലിമീങ്ങളെ, സഹോദരന്മാരെ, ആലിമിൻ്റെ പദവി എത്രയാണ്? ആലിമിൻ്റെ പദവി എത്രയാണ്? അള്ളാഹു തആല സാക്ഷിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഈ മുശ്രിക്കീങ്ങൾ കണ്ടിട്ടുമില്ല, വിശ്വസിക്കുകയില്ല. മലായിക്കത്തിനെയും കണ്ടിട്ടില്ല. ഇങ്ങനെ കാണുന്നതും ഖിയാമത്ത് നാൾ വരെ മാറ്റമില്ലാതെ നിൽക്കുന്നതുമായ സാക്ഷിയാരാണ്? ഉലുൽ ഇൽമി, ഇൽമുള്ളവരാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ ഇൽമിൻ്റെ ശക്തി എത്രയാണ്, ഇൽമിൻ്റെ മഹത്വം എത്രയാണ് എന്ന് മാത്രമല്ല, ഈ സാക്ഷി കൊടുത്തപ്പോൾ
മുസ്ലിക്കീകൾ ഉത്തരം മുട്ടി. എന്നാൽ അവർക്കൊരു ചാൻസ് കൊടുക്കണം. അവരുടെ കയ്യിൽ വല്ല സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്കൊരു ചാൻസ് കൊടുക്കണമല്ലോ. അങ്ങനല്ലേ, രണ്ട് കൂട്ടർ തെറ്റിയാൽ ഒരു കൂട്ടർ തെളിവ് ഒരു സാക്ഷിയെ കൊണ്ടുവരുമ്പോൾ മറുഭാഗത്തുള്ളവർ അവർക്ക് സാക്ഷിയെ കൊണ്ടുവരാനും അവസരം കൊടുക്കണം. ആ അവസരം കൊടുത്തുകൊണ്ട് അല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൗതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമ്. കണ്ടോ, നിങ്ങളുടെ വാദം അല്ലാഹു അല്ലാതെ വേറെയും ഇലാഹുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഈ ശിർക്കിൻ്റെ വാദത്തിന് നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാനാകുമെങ്കിൽ ഒരു കിതാബ് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരു ആലിമിൻ്റെ ഒപ്പ് കൊണ്ടുവാ. ഒരു ആലിമിൻ്റെ ഒപ്പ്, അംഗീകാരം കൊണ്ടുവാ, എന്നാൽ നമുക്ക് സ്വീകരിക്കാം എന്ന് ധൈര്യത്തോടു കൂടി വെല്ലുവിളിക്കുമ്പോൾ ആലിമീങ്ങളുടെ ഒരൊപ്പും കിട്ടൂല, ഒരംഗീകാരവും കിട്ടൂല എന്നതൊരു ശരിയാണ്. അതേസമയത്ത് ഇൽമിൻ്റെ മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹു തആല സാക്ഷിയായി കൊടുത്തതും ആലിമീങ്ങൾ തന്നെ, വെല്ലുവിളിക്ക് തെളിവ് കൊണ്ടുവരാൻ പറയുന്നതും ആലിമീങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ മഹത്വം ചെറുതല്ല, വളരെ വലുതാണ്. ആദ്യത്തെ ഇൽമ് അല്ലാഹുവിനെ അറിയലാണ്. അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹി ബിസ്തിഖാനി. ആദ്യമായി അല്ലാഹു തആലയിൽ വിശ്വസിക്കുകയും അല്ലാഹു ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു തആലയെ മനസ്സിലാക്കുകയും വേണം. രണ്ടാമതായി അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനൊരു വഴി വേണ്ടേ? അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കാണാത്ത അല്ലാഹുവിനെ നമുക്ക് പഠിപ്പിച്ച് തരാൻ ഒരാൾ വേണം. കാരണം മുശ്രിക്കുകൾ ചിലപ്പോൾ അല്ലാഹു ഉണ്ടെന്ന് പറയും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും, വെള്ളം നോക്കട്ടെ, പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലന, അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഈ ആകാശത്തെ പടച്ചത്, ഭൂമിയെ പടച്ചത്, അഖില ലോക ചരാചരങ്ങളെയും പടച്ചത് അല്ലാഹുവാണ് എന്നവർ പറയും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, പാനായി ഒപ്പക്കൊല്ലു, ഇനി എന്താ വിശ്വസിക്കാത്തത്? എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? അല്ലാഹുവാണെന്ന് പറഞ്ഞാൽ. പക്ഷെ അവർ പറയുന്നു അല്ലാഹ് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, വേണ്ടതുപോലെ അവർ അല്ലാഹുവിനെ അറിഞ്ഞില്ല. അല്ലാഹു തആല പെണ്ണും മക്കളൊക്കെ ഉള്ള ഒരുത്തരാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മളാവട്ടെ അല്ലാഹു തആല എല്ലാവിധത്തിലും മുംകിനാത്തുകളോട് എതിരാണ്. പെണ്ണുമില്ല, മക്കളുമില്ല, തടിയും ജഹത്തും മക്കാനും ഇതൊന്നുമില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇൽമിൻ്റെ മഹത്വം വളരെ വലുതാണ്. തൗഹീദിന് തെളിവ് കൊടുക്കുന്നത് ആലിമീങ്ങളെയാണ്. അതിനെതിരെ കൊണ്ടുവരാൻ പറയുന്നത് ഒരു ആലിമിൻ്റെ ഒപ്പ്, ഒരു ആലിമിൻ്റെ അംഗീകാരമാണ്. ഈ രണ്ട് സ്ഥലത്തും ആലിമീങ്ങളുടെ സ്ഥാനമല്ലേ ഈ പറയുന്നത്. അതുകൊണ്ട് ഇൽമ് ഇവിടെ വേണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, അൽഹദനി കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ കോട്ടും തലക്കെട്ടും സനതും എല്ലാം കിട്ടി.
ഒന്നുമില്ല, രസം കുടിക്കുക. ഈ ഇൽമ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പഠിക്കണം. നിങ്ങൾ മിസ്കാത്തിൽ പഠിച്ചു, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. മൻ സലക, ആരെങ്കിലും സാലിക്കായാൽ, മലയാള ഭാഷയിൽ പരിഭാഷ പഠിച്ചാൽ കടന്നാൽ, പ്രവേശിച്ചാൽ എന്നൊക്കെ അർത്ഥം പറയാം. പക്ഷെ അത് പറയാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ ഇപ്പോൾ പാലക്കാട് ടൗണിൽ വലിയൊരു ബുക്ക് ഫെയർ ഉണ്ട് എന്ന് സങ്കല്പിക്കാം. ആ ബുക്ക് ഫെയറിൽ നൂറുകണക്കായ സ്റ്റാളുകളുണ്ട്. ആ സ്റ്റാളിൽ എനിക്ക് ഒരു കിതാബ് വേണം. കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ കിതാബ് എന്താണ്? താരീഖുൽ അബ്റാർ വേണം എനിക്ക് ഉദ്ദേശിച്ച്. അത് എവിടെ ഉണ്ട്? ഈ സ്റ്റാളിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു ചെറിയ പീടികയിൽ, ഈ ബുക്ക് ഫെയറിൻ്റെ അറ്റത്തുള്ള ഒരു സ്റ്റാളിൽ അതുണ്ട് എന്ന് കേട്ടു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് കേട്ടു. അവൻ അത് കിട്ടാൻ വേണ്ടി ഈ ബുക്ക് ഫെയർ എന്ന അങ്ങാടിയിൽ കടന്ന് നേരെ ആ ഉള്ള സ്ഥലത്തേക്ക് പോയി അത് വാങ്ങി തിരിച്ചു പോകുന്നവൻ, അവനെ കൊണ്ടാണ് സാലിക്ക് എന്ന് പറയും. ഇതിന് പകരം മൻ ദഖല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥമൊന്നു തന്നെ. പക്ഷേ ദഖല എന്ന് പറയാൻ പറ്റുന്നവനാരാ? ഈ ബുക്ക് ഫെയറിൽ കടന്നിട്ട് ആ സ്റ്റാളിലെന്താണ്, ഈ സ്റ്റാളിലെന്താണ്, മറ്റോട്ടെന്താണ്, ഇതാണ്, ഇങ്ങനെ എല്ലാ സ്റ്റാളിലും കയറി അന്വേഷിച്ച് അങ്ങും ഇങ്ങും തിരിഞ്ഞ് പറഞ്ഞ് ചിലപ്പോൾ ക്ഷീണിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്നോട് നിൽക്കട്ടെ, നമ്മളെ ലക്ഷ്യമുള്ള അവിടേക്ക് എത്താനാവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. ചിലപ്പോൾ കുറേ അധ്വാനിച്ച് അവസാനം അവിടെ എത്തിപ്പെടുകയും ചെയ്യും. അതാണ് മൻ ദഖല എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. മൻ സലക്ക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും തിരിഞ്ഞു നോക്കാതെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവേശിച്ചവൻ. അതാണ് ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഔലിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു മുരീദിൻ്റെ മർത്തബ ഏറ്റവും ചുരുങ്ങിയത് മൂന്നായി വിഭജിക്കാം. ഒന്ന് സാലിക്ക്, രണ്ടാമത്തത് സായിർ അഥവാ നടന്നു പോകുന്നവൻ, മൂന്നാമത്തത് വാസിൽ ലക്ഷ്യത്തിലേക്ക് ചേർന്നവൻ. ഇങ്ങനെയാണ് മുരീദന്മാർ. അതൊരവസാനം പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിയവരെ സംബന്ധിച്ചാണ് എൻ്റെ മുരീദ് ആരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ എന്ന് മുഹീദ്ദീൻ വരെയുള്ളത്. ആദ്യത്തെ ആളെപ്പറ്റിയാണ് എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നവർ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഈ സാലിക്കിനെ പറ്റിയാണ്. സാലിക്ക് നല്ല നീയത്തോടു കൂടി ആണ് എങ്കിൽ അവസാനം വാസിലായിത്തീരും. വാസിലാവാൻ പല വഴികളുമുണ്ട് നമുക്ക്. നിസ്കാരം ഒന്നാമതായി അസ്സലാത്തു സുമ്മിയത്ത് സ്വലാത്തൻ لكونها الوصول بعد العبد وبين ربه. അള്ളാഹുവിൻ്റെയും അടിമൻ്റെയും ഇടയിലുള്ള ഒരു വസൂലാണ്. അതുകൊണ്ടാണ് നിസ്കാരം അല്ലാഹു തആല നമുക്ക് നൽകിയത്. ഫർളാക്കിയത് എന്ന് പറയണ്ട, നൽകിയത്.
ഫർദ് നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയിൽ നിന്നുള്ള പകുതി സമയം നിസ്കരിക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. മുത്തഅല്ലിമീങ്ങൾ മാത്രമല്ല, നാട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് രക്ഷ കിട്ടണ്ടേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, ഓ നബിയെ, തങ്ങൾ രാത്രി നിസ്കരിക്കണം. എത്ര? നിസ്ഫഹു, അതിൻ്റെ പകുതി നിസ്കരിക്കണം. അല്ലെങ്കിൽ കുറച്ചൊന്ന് കുറക്കുന്നതിന് വിരോധമില്ല. ഏറ്റുകയും കുറക്കുകയും രണ്ടും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കുന്നു. 5 വക്ത് നിസ്കാരം ഫർളാകുന്നതിൻ്റെ മുമ്പ് രാത്രിയിൽ പകുതി സമയം തഹജ്ജുദ് നിസ്കരിക്കുന്ന നിസ്കാരം റസൂലുള്ളാഹിക്ക് ഫർളായിരുന്നു. അന്ന് റസൂലുള്ളാഹി നിസ്കരിച്ചു. ആ ഫർള് എടുക്കപ്പെട്ടു പോയതിൻ്റെ ശേഷവും അല്ലാഹുവിൻ്റെ റസൂൽ നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുകയും റഹ്മാനായ അല്ലാഹുവുമായി സംസാരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് 5 വക്ത് നിസ്കരിക്കാൻ ഇവിടെ സമയമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വാസിലാകും? എങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ വാസിലാകും? അള്ളാഹുവിലേക്ക് വാസിലാകണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണം. ഫർദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, വേറെ ഇബാദത്തുകൾ ചെയ്യണം. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഏറ്റവും വലിയ സുപ്രസിദ്ധയായ ഒരു വലിയത്ത് ആയിരുന്നു. അവർ രാത്രി സമയത്ത് എഴുതിയിട്ടിട്ട് എത്രയോ നേരം നിസ്കരിക്കുന്ന സമയം അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പ്രിയം വെച്ച ആൾ, അവരുടെ കാര്യത്തിൽ അത്ഭുതം. അവരെങ്ങനെയാണ് ഉറങ്ങുന്നത്? കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. മുഹിബ്ബായ ആളുകൾക്ക് രാത്രി എങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, നിസ്കരിക്കണമെന്ന് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ചൊല്ലിയ ബൈത്ത് നിങ്ങൾ കേട്ടിട്ട് കാണും. അങ്ങനെ റാബിയത്തുൽ അദവിയ്യ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ സുബ്ഹാനല്ലാഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വല്ല രോഗവുമുണ്ടെങ്കിൽ അത് ശിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ നഫീസത്തുൽ മിസ്രിയ്യയുടെ അടുക്കലേക്ക് ആളെ അയക്കുമായിരുന്നു. നഫീസത്തുൽ മിസ്രിയ്യ ദുആ ചെയ്യും. അങ്ങനെ അവസാനം ഷാഫി ഇമാമെ ഒരു ശത്രുവായ മനുഷ്യൻ, അസൂയക്കാരൻ, ഇരുമ്പിൻ്റെ വടി കൊണ്ട് തലക്ക് അടിച്ചു കളഞ്ഞു. അങ്ങനെ തലയും ദേഹമൊട്ടാകെ വേദനിച്ചു കിടക്കുമ്പോൾ നഫീസത്തുൽ മിസ്രിയ്യയുടെ അടുക്കൽ ഒരാളെ പറഞ്ഞയച്ചു. ഷാഫി ഇമാമിന് രോഗമാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നഫീസത്ത് മാലയിൽ കാണാം, അന്ന് ബീവി ഗുണത്തിലോതും പകരത്തെ അഹദവൻ ലിഖാനവർക്ക് നൽകിയിട്ടുണ്ട്. അന്ന് നഫീസത്തുൽ മിസ്രിയ്യ ഷാഫി ഇമാമിൻ്റെ രോഗം മാറാൻ ദുആ ചെയ്യുന്നില്ല. അല്ലാഹുവിൻ്റെ ലിഖാഹ് കൊടുക്കട്ടെ എന്നാണ് ദുആ ചെയ്തത്. ഇത് കേട്ടപ്പോൾ ഷാഫി ഇമാമിന് മനസ്സിലായി മരണം അടുത്തിരിക്കുന്നു, ഇതിൽ മരിച്ചു പോകുമെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ റാബിയത്തുൽ അദവിയ്യയെ പോലെ നഫീസത്തുൽ മിസ്രിയ്യയെ പോലെ എത്രയെത്ര സഹോദരിമാർ, എത്രയെത്ര സഹോദരന്മാർ രാത്രി നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ട്. അവർ അള്ളാഹുവിനോട് ഒറ്റക്ക് മറ്റാരുമില്ലാതെ പറയുന്നവരാണ്. ആ മഹാന്മാർ മഹദികളും കഴിഞ്ഞുപോയി. ഈ കാലഘട്ടത്തിൽ ഫിത്ന, അവിടെയും ഇവിടെയും ഫിത്നയും ഫസാദും ഉണ്ട്. ഇത് കേൾക്കുന്നത് വെറുതെ കേൾക്കല്ല,
മനുഷ്യന്മാരൊക്കെ എങ്ങനെ അള്ളാഹുവെ ചിന്തിക്കാതെ നുറക്കിയൗദ് ദുന്യാന ബി തംസീഖ് ദീനിന, നമ്മുടെ ദീനിനെ പറിച്ചു കയറിയിട്ട് ദുന്യാവിന് കണ്ടം വെക്കുകയാണ്. ദുന്യാവിന് വേണ്ടി ദീനിനെ ഉപയോഗിക്കുകയാണ് എന്ന് ഷാഹിർ പറഞ്ഞതുപോലെ നുറക്കി ദുന്യാന ബി തംസീഖ് ദീനിന. അതുകൊണ്ട് സഹോദരന്മാരോട് പറയാനുള്ളത്, ഇൽമ് ഇവിടെ നിലനിൽക്കണം, അത് നാഫിയായ ഇൽമ് ആവണം. പണ്ടൊക്കെ നമ്മൾ അഭ്യസ്ത വിദ്യർ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കുഴപ്പമൊന്നും പറയുന്നത്. ഇപ്പം പ്രസംഗിച്ചാൽ അത് പറയാൻ നിവൃത്തിയില്ല. എല്ലാ പ്രത്യേകം കുഴപ്പവും ഉണ്ടാക്കുന്നു, കൊല്ലുന്നു വലിയ വലിയ IAS അവർക്ക് ഇൽമുണ്ടല്ലോ. അപ്പോൾ ഇൽമില്ലാത്തത് കൊണ്ടാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറയരുത്. അതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണത്? ആത്മീയമായ ഇൽമ് ഇല്ല. IAS കൊണ്ടോ മറ്റ് എത്ര വിദ്യാഭ്യാസം നേടിയത് കൊണ്ടോ ഫലം ഇല്ല. ആദ്യം ബാത്തിനിയായ ഇൽമ് നമ്മുടെ റൂഹിനെ നിയന്ത്രിക്കുന്ന, ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മീയമായ ഇൽമ് നമുക്ക് വേണം. അതിനാണ് നമ്മളെ കോളേജുകളിലൊക്കെ ഭൗതികമായ അറിവുകൾ പഠിക്കുന്നതോടൊപ്പം ദീനിയായ അറിവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്. നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഒഴിവായ വല്ല സമയമുണ്ടോ? ഒരു സമയമില്ല. ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമ. ഈ ആയത്ത് ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന, അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യംദഹു വയുസ്നി അലൈഹി, അല്ലാഹു തആല ഔലിയാക്കന്മാരെ മദ്ഹ് ചെയ്യുന്നു, അവരെ പുകഴ്ത്തുന്നു, റസൂലുള്ളാഹിയെ പുകഴ്ത്തുന്നു, റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യുന്നു എന്നല്ലാതെ അല്ലാഹു ദ്വാരക്കുക എന്നല്ല അർത്ഥം. അപ്പോൾ ആ മദ്ഹും സലാവും അല്ലാഹു തആല റസൂലുള്ളാഹിനെ ധാരാളമായി ചെയ്യുന്നുണ്ട്, മദ്ഹ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. നിങ്ങളും ചെയ്യണം എന്ന് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാത്തൊരു സമയം ലോകത്തില്ല. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ എവിടെയെങ്കിലും ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പോഴും ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം ഇങ്ങനെ ഒട്ടാകെ നോക്കിയാൽ റൊട്ടേഷനായിട്ട് ഒരു സെക്കൻഡും ബാങ്ക് കൊടുക്കാത്ത സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ബാങ്ക് കൊടുക്കൽ. അത് പറയപ്പെടാത്ത ഒരു സെക്കൻഡും ഇവിടെ ഉണ്ടാവുകയില്ല. വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞത് അതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു തആല പറയുന്നു, വറഫഅനാ ലക ദിക്റക, തങ്ങളെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു, തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലക ദിക്റക, തങ്ങൾക്ക് മാത്രം, മറ്റൊരു നബിക്കും അങ്ങനെയില്ല, തങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക.
എന്നതുള്ളത്. അതാണ് ബാങ്കിൻ്റെ സമയം. ഇവിടെ മഗ്‌രിബാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഇശാ ആകും. ഇവിടെ മഗ്‌രിബാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ സുബഹിയാവും. ഇങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയയിൽ തീക്കത്തുന്നു. ഈ കാലിഫോർണിയയും ഇവിടെയുമായി 24 മണിക്കൂർ 12 മണിക്കൂർ വ്യത്യാസം. ഇവിടെ സുബഹിയാകുമ്പോൾ അവിടെ മഗ്‌രിബ്, അവിടെ മഗ്‌രിബാകുമ്പോൾ ഇവിടെ സുബഹി. അങ്ങനെ അത്രയുമധികം വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ മദ്ഹ് പറയൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. റഫഅനാ ലക ദിക്റക എന്ന് ഖുർആൻ പറഞ്ഞത് അതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സമയത്തും ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റസൂലുള്ളാഹിയെ എപ്പോഴും പറയുന്നില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ധാരാളമായി പറയണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് നാം എല്ലാവരും വർദ്ധിപ്പിക്കണം. അദിമി സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി ഫഇന്നഹ മഖ്ബൂലത്തുൻ ബിഗൈരി തറദ്ദുദി. അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. റസൂലുള്ളാഹിനെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാത്ത എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? അതിൻ്റെ ഇടയിൽ തറദ്ദുദാണ്. റസൂലുള്ളാഹിനെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ തള്ളിപ്പോവുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ എല്ലാ അമലിലും സ്വലാത്ത് ചെല്ലണം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു കൂട്ടർ മരിച്ച വീട്ടിൽ 1000 ആളുകളടുത്ത് മയ്യത്തെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു യാസീൻ തുടങ്ങും. അൽ ഫാത്തിഹ യാസീൻ എന്ന് പറയുമ്പോൾ ഈ 4 ആളുണ്ടാവും 1000 ആളുടെ ഇടയിൽ. ഇവരിങ്ങനെ പുഴു ചുരുളുന്ന പോലെ ചുരുണ്ട് ഇവർ 4 ആൾ കൂടി ഒരു മുക്കിലോ മൂലയിലോ പോയി നിൽക്കും. ഈ ഖുർആൻ വന്നത് വലിയൊരു കബീറത്ത് പോലെ തോന്നിട്ട് ആ മനുഷ്യൻ തന്നെ മയ്യത്ത് കഴിക്കാൻ കൂടെ ചെയ്യും. മയ്യത്ത് കഴിക്കുമെന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് മയ്യത്തിനോട് പറയുമ്പോൾ, മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പറയുമ്പോൾ ആ ദുആ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഒരു തക്ബീറിന് ശേഷം സ്വലാത്ത്, മറ്റൊരു തക്ബീറിന് ശേഷം ഖിറാഅത്ത്. ഇങ്ങനെ ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ എടുക്കണം, എന്നാലേ സ്വീകരിക്കപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഒരു തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം, ഖുർആൻ ഓതണം, അടുത്ത തക്ബീറിന് ശേഷം സ്വലാത്ത് ചെല്ലണം. പിന്നെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ അതിനെന്തിനാ പിന്നെ അവർ കൂടുതൽ മരിച്ചവർക്ക് ഖിറാഅത്ത് പാടില്ല, അവർ മദ്ഹ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുമ്പോൾ പിന്നെ ഈ മയ്യത്തുകാർ തരുന്ന നിങ്ങൾ കൂടുതൽ നിങ്ങൾ കൂടി വെറുതെ കൂലി കുറക്കണ്ട ബാക്കിയുള്ളവർ. അവർ കൂടാതിരിക്കില്ല ഈ വിധത്തുകാർക്ക് നല്ലത്. അതവർ ഓർക്കുന്നില്ല. ഫാത്തിഹ വന്നത് അവർക്ക് ഇഷ്ടമല്ല, യാസീൻ വന്നത് അവർക്ക് സൗകര്യമില്ല, അവർ വെറുക്കുന്നു. ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഖുർആനോത്തും ഈ സ്വലാത്തും വെച്ചത് തന്നെ ആ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, ഇതൊന്നും മനസ്സിലാക്കാതെ വിവരമില്ലാത്ത ആളുകൾ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എതിരായ കക്ഷികൾ ചെയ്യുന്നത്.
എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയതറിയോ? പറളിയില്ലേ ഇവിടെ, ആ പറളിയിൽ വയതുണ്ടായിരുന്നു കുറച്ച് ദിവസം. ആ വയതിൽ സ്റ്റേജ് കെട്ടി വയത് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് പോകാൻ അവർ പൊളിച്ചാളും അല്ലേ. അങ്ങനെ കുറേ ദിവസം അവർ പൊളിച്ച് പാപ്പ കെട്ടിക്കൊള്ളാൻ അനുവാദം, മക്കൾ അത് പൊളിച്ചാളും ചെയ്യും. അപ്പം അങ്ങനെ അവസാനം എന്ത് ചെയ്തു ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും സ്റ്റേജ് കെട്ടാൻ സമ്മതിക്കാൻ അവർ നിർബന്ധിതരായി. ആ വേറെ വ്യക്തിയുണ്ട്, ഒരു റാവുത്തർ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് സ്റ്റേജ്. അദ്ദേഹത്തിനെ പോയിട്ട് ഇവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അങ്ങേയറ്റം ഹലാക്കാക്കും. ഈ ഖുർആനോത്ത് വേണ്ടാന്ന് പറയുന്ന കൂട്ടർ ഇതെന്തിനാ മയ്യത്തിൻ്റെ പേര് നിസ്കരിക്കൽ? അവിടെ ഖുർആനോത്ത് തന്നെയല്ലേ. അതുകൊണ്ട് വിവരമില്ലാത്ത ഈ കക്ഷികളിലേക്ക് ആരും പെട്ടുപോകേണ്ട. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. അതിൻ്റെ ആലിമീങ്ങളെ വളർത്തണം. ഞാൻ പറഞ്ഞ ആലിമീങ്ങളെയാണ് അല്ലാഹു തആല സാക്ഷിയായി കൊടുത്തിട്ടുള്ളത്. ആ നിലക്ക് ഇവിടെ ഇൽമിനെ സ്ഥിരപ്പെടുത്താൻ നിങ്ങളും ഞാനും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം, പ്രോത്സാഹിക്കണം. അൽഹംദുലില്ലാ പാലക്കാട് ജില്ലയിൽ സുന്നീന്ന് പറയാൻ തന്നെ മടിയായിരുന്നു. ആ സമയത്താണ് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വന്ന് ജന്നത്തുൽ ഉലൂമിൽ ദർസ് തുടങ്ങി. അന്ന് ആനകളെ സഹായിച്ചു കൊടുത്ത ആളുകൾ പലരുണ്ട്. അവരൊക്കെ മരിച്ചുപോയി. ഏതായാലും അതിന് ശേഷം പിന്നെ ആ കോളേജ് നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ സ്ഥലം വാങ്ങുകയും ആരംഭിക്കുകയും ചെയ്തത്. അതിലും നമ്മുടെ ഖാദി പാപ്പ മുസ്ലിയാർ അവர்களுം റഹിമഹുള്ള അവരും അതുപോലെ നമ്മുടെ കൽപ്പക അബൂബക്കർ ഹാജി തുടങ്ങിയവർ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് ഈ സ്ഥലം വാങ്ങി. അന്നും ഇന്നും നമ്മുടെ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി ഇവരൊക്കെ എല്ലാ രംഗത്തും ഉണ്ട്. അവരിന്നും ഇത് മുറുകെ പിടിച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനിയും ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ എത്തിയിട്ടുണ്ട്, മുമ്പിൽ പ്രസംഗിക്കും. അതുകൊണ്ട് ഇനി ഞാൻ നീട്ടണമെന്നില്ല. അല്ലാഹു തആല നമുക്ക് രണ്ട് വീട്ടിലും വിജയം പ്രദാനം ചെയ്യട്ടെ. ഈ പാസ്സായ കുട്ടികൾക്ക് എല്ലാം ഇനിയും കൂടുതൽ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കാൻ സൗകര്യമില്ലാത്തവർ നല്ല ജോലി ചെയ്യാൻ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله.